എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വ്യത്യസ്തമായ ഒരു തീയലാണ് ഉണ്ടാക്കുന്നത്. പൊങ്ങ തീയൽ. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പൊങ്ങ് ഒരെണ്ണം, ചെറിയ ഉള്ളി 15 എണ്ണം, നാളികേരം ചെരുകി വെച്ചത് 1 മുറി, വറ്റൽമുളക് 4 എണ്ണം, പച്ചമല്ലി 1 ടേബിൾ സ്പൂൺ, കോൽപ്പുളി 1 നെല്ലിക്ക വലിപ്പത്തിലുള്ളത്, ഉലുവ 1/4 സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 1 എണ്ണം, ഇഞ്ചി ചെറിയ കഷ്ണം, ശർക്കര 1/4 സ്പൂൺ, കായംപൊടി 1 നുള്ള്, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്ക് പൊങ്ങൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഇന്ന വലിപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നാട്ടിൽ പോയി വരുമ്പോഴാണ് ഞങ്ങൾ നാളികേരം സാധാരണ കൊണ്ടുവരിക. കഴിഞ്ഞ ആഴ്ച നാളികേരം പൊളിച്ചപ്പോൾ അതിൽ അതേപോലെ പൊങ്ങ് കിട്ടി. സാധാരണ ഞാനിവിടെ ഉള്ളി തീയലുണ്ടാക്കാറുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. സുരേഷ് ചേട്ടന് എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാനത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാണ്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളിയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് പുളി കുതിരാനായിട്ട് ഇട്ട് വയ്ക്കാം. ഞാനിതിൽ ഒരു ചെറിയൊരു പുളിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എനിക്ക് സാധാരണ പുളിയുടെ അത് ടേസ്റ്റ് ഇത്തിരി കുറവാണ് ഇഷ്ടം. പുളി നമുക്കിനി മുളകും മല്ലിയും നാളികേരമൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഇത് ചെയ്യണം. മുളക് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് മല്ലി ആഡ് ചെയ്യാം. മുളക് ഞാൻ നല്ല എരിവുള്ള മുളകുകളായതുകൊണ്ടാണ് ഞാൻ ഒരു 4 മുളക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുളകോ മല്ലി ഇത് പച്ചയ്ക്ക് തന്നെ ഇടണമെന്നില്ല, പൊടിച്ചതായാലും മതി. അങ്ങനെ ഇടുകയാണെങ്കിൽ 4 അല്ലെങ്കിൽ 5 മുളകിന് പകരമായിട്ട് 1 സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിക്ക് പകരമായിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. മല്ലിയും അങ്ങനെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് സ്വല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നാളികേരം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നാളികേരം നല്ല ബ്രൗൺ കളർ ആവണ വരയ്ക്കും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിരുന്നു.
അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഈ ഇഞ്ചി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിൻ്റെ കൂടെ നന്നായിട്ട് വറുത്തെടുത്ത് ഇത് അരയ്ക്കുമ്പോൾ നല്ലൊരു മണം തന്നെ ഉണ്ടാകും. നമുക്കിന്ന് ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. മീഡിയം തീയിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം. ശരിക്കും തീയലിൻ്റെ നാളികേരം ആക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. എങ്കിലാണ് അതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധാരണ. നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. നാളികേരം വറുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്താൽ മതി. പിന്നെ നമുക്ക് അത് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ചെറിയ ജാറിലിട്ടിട്ട് സുഖമായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇന്ന് ബ്രൗൺ കളർ ആവാൻ ഇത്തിരി കുറവ് വരുമ്പോഴൊക്കെയാണ് അരയ്ക്കാൻ ബുദ്ധിമുട്ട് വരിക. നല്ല പെർഫെക്റ്റ് ബ്രൗൺ കളറിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് വറുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇഷ്ടം ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. നാളികേരം ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം കളറായി തുടങ്ങി. ഇനി ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ നാളികേരം റെഡിയായി വരും. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സ്വല്പം കായത്തിൻ്റെ പൊടി ആഡ് ചെയ്യേണ്ടതുണ്ട്. കായത്തിൻ്റെ പൊടി ഇതിൽ കിടന്നിട്ട് നന്നായി മൂത്ത മണം വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി കായത്തിൻ്റെ പൊടി ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം കായം ഫസ്റ്റ് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ നാളികേരം ഇടുന്നേക്കാൻ മുമ്പ്, അന്നേരം അതിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നാളികേരം ചേർത്താൽ മതി. നമ്മുടെ നാളികേരം അങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഇതിലിരുന്നിട്ട് അത് കരിഞ്ഞ് അതിന് ഒരു കനപ്പുരസം വരും. കരിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂപ്പ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കരിയരുത് ഒരിക്കലും. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ ഞാൻ മുളകും മല്ലിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. തീയൽ തയ്യാറാക്കുന്നതിലേക്ക് കടുകും മഞ്ഞപ്പൊടിയും ആവശ്യമുണ്ട്. ഞാനത് മുന്നേ പറയാൻ മറന്നു, സോറി. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കടുകും ആവശ്യമുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതായത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിനുശേഷം കടുക് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 7-8 മണി ഉലുവ ഇട്ട് കൊടുക്കാം. അത്രമാത്രം ഉലുവ മതി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആവണ വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആയെങ്കിൽ മാത്രമാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉള്ളി നന്നായി വേഗം പെട്ടെന്നാവാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മളിതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പിടുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ നോക്കിയിട്ട് ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിലേക്ക് പിന്നീട് ചേർക്കാം. നിങ്ങൾക്ക് പൊങ്ങ് കിട്ടിയില്ലെങ്കിലും ഈ തീയൽ ചെയ്യാതിരിക്കരുത് ഒരിക്കലും. ഇത് ഉള്ളി ഇത്തിരി കൂടുതൽ എടുത്തിട്ട് നിങ്ങൾ ഈ ഉള്ളി തീയലായിട്ട് ചെയ്യണം. ഒരു 200 ഗ്രാമൊക്കെ ഉള്ളി എടുത്താൽ മതിയാവും. സവാള ഒരിക്കലും എടുക്കരുത്, അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതേ അളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ളിയുടെ അളവ് മാത്രം കൂട്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. വളരെ ടേസ്റ്റാണ്. ഉള്ളി അങ്ങനെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊങ്ങ് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊങ്ങായതുകൊണ്ട്
അത്രയധികമൊന്നും മൂക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പുളി കുതിരാനായിട്ട് ഇട്ടിരുന്നു, അത് പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പുളിവെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എനിക്ക് പുളി കുറച്ചാണ് ഇഷ്ടം. പുളിവെള്ളം കുറച്ചായതുകൊണ്ട് വെള്ളം കുറവാണ്. ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ കിടന്നിട്ട് ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് വറ്റി കുറുതാവണം. ഒരു 7-8 മിനിറ്റെങ്കിലും ഇതിൽ കിടന്നിട്ട് വേവണം. അത് തീ കൂട്ടി വെക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾക്ക് ഈ സമയത്ത് നാളികേരം ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാളികേരം അരയ്ക്കണ വരയ്ക്ക് നമുക്ക് തീ മീഡിയത്തിലിട്ടതിന് ശേഷം പിന്നെയൊക്കെ നമുക്ക് തീ കൂട്ടി വയ്ക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നാളികേരം കറക്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഇതേപോലെ അരച്ചെടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വല്പം മാത്രം വെള്ളം ചേർക്കാൻ പാടുള്ളൂ. സ്വല്പം വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടത്. ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ നല്ലതാണ്, തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വറ്റി വെളിച്ചെണ്ണയൊക്കെ തെളിയണം. അതിനായി നമുക്ക് തീയൊന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പ് കുറവോ അല്ലെങ്കിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. എനിക്ക് ഉപ്പ് ഇത്തിരി കുറവുണ്ട്, ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാണ്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് സ്വല്പം ശർക്കര ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു 1/4 സ്പൂണ് ശർക്കര ആഡ് ചെയ്യാണ്. അതിനുശേഷം 1 മിനിറ്റ് അടച്ച് വേവിക്കാം. സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല മണമാണ് ഇതിന്, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ വളരെ വ്യത്യസ്ത രീതിയിലുള്ള പൊങ്ങ് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.